അമ്മാവിയപ്പനും മരുമകനും ഉള്ള കളി കുറേ നാളായിട്ട് നമ്മൾ ഈ കേരളത്തിൽ ഇത് കാണാൻ വിധിക്കപ്പെട്ട കുറേ വിഭാഗങ്ങൾ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്ത് ബദ്ധപ്പാടാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്ക് സ്നേഹിക്കണമെങ്കിൽ അവരെ വീട്ടിൽ ഇരുന്ന് സ്നേഹിച്ചാൽ പോലെ ഇതിന് പരസ്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേട്ടോ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ ഈ നമ്മുടെ തിരുവനന്തപുരം അത് ആ ജില്ലയുടെ അറ്റം വരെ കൊണ്ടുചെന്നിട്ട് ഇതേപോലുള്ള വലിയ ഹോർഡിങ്സാണ് കേട്ടോ. രണ്ട് പേര്, നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വളരെ നല്ല മുഖമൊക്കെ മിനുക്കി നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള രീതിയിൽ അവരെ റെഡിയാക്കി ഇതുപോലെ വലിയ ബോർഡ് വെച്ച് ആളുകളെ കാണിക്കുക. എന്താ കാര്യം എന്നറിയോ? വികസനമല്ലേ കാര്യം. ഒരു വികസനം നമ്മൾ കണ്ട്, ഏതാണെന്നറിയോ? വിഴിഞ്ഞ വികസനം. അത് നമ്മൾ കണ്ടതാണ്, അതിനെക്കുറിച്ച് പറഞ്ഞതുമാണ്. ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിന് സഖാക്കന്മാരെ കൊണ്ട് തന്നെ ഒരുപാട് തെറി വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് അവർക്ക് അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവനെ ഒതുക്കാൻ വേണ്ടിയുള്ള പണികളെല്ലാം യവന്മാരെ കൊണ്ട്, ഈ ഞാറുവാലികൾ വൃത്തിയിട്ടവന്മാരുണ്ട്, അവന്മാരെ കൊണ്ട് ചെയ്യിച്ചോട്ടെ, കുഴപ്പമില്ല, ഇനിയും ചെയ്യും. ഇതിപ്പോൾ എന്താണെന്നറിയോ? ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അങ്ങ് നടന്നത് എന്തുവാ? NH 66 66, അതിൻ്റെ നാഷണൽ ഹൈവേ 66ൻ്റെ ക്രെഡിറ്റ്, അതിൻ്റെ പണി ഞങ്ങളെല്ലാം റെഡിയാക്കി പോയി കാണുകയാണ്. പൊതുമരാമത്ത് മന്ത്രി എല്ലാം ഉണ്ട്, മൊത്തം ചെയ്തു. ഞങ്ങളെല്ലാം മീറ്റിങ്ങുകൾ നടത്തി, അവിടെ പോയി ഇവിടെ പോയി എല്ലാം കണ്ട്. ഞാനും ആ റോഡിൽ കൂടെ ഉണ്ടല്ലോ ഒന്ന് യാത്ര ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പേടിക്കുകയാണ് അത് ആലോചിച്ചിട്ട്. കാരണം നല്ല സ്പീഡ് എത്ര എന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം കേസ് വരുന്നതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഇത് ഞാനല്ല വണ്ടി ഓടിച്ചത്, എൻ്റെ ഡ്രൈവറാണ്. നന്നായിട്ട് പോയി. അത് വളരെ ഒരു 50 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തിട്ട് വളരെ സൂപ്പറായിരുന്നു. അപ്പം ഞാനും ആലോചിച്ചു, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണല്ലോ ഇത്. പക്ഷേ അന്ന് ഞാൻ ആലോചിച്ചില്ല ഇതിൻ്റെ താഴെ വയലാണെന്നും കേട്ടോ, ഈ റോഡ് ഇടിഞ്ഞു പോകുമെന്നും ഞാൻ ആലോചിച്ചില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാളുടെ കുടുംബമായിട്ട് കാറിനകത്ത് വരുമ്പോൾ അയാൾ കാണുന്നത് എന്തെന്നറിയോ? റോഡ് ഇങ്ങനെ പിളർപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് എന്താ, അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന, അതായത് ഏതാണ്ട് 16 മീറ്റർ ഉയരത്തിലെങ്ങാണ്ടാണ് ഈ പാറ ചെറുതായി ഈ കോൺക്രീറ്റ് പീസുകൾ അടുക്കി വെച്ചേക്കുന്നത്. അതെല്ലാം കൂടി ഇടിഞ്ഞ് നേരെ ഈ വണ്ടിയുടെ മേളിലോട്ട് വീണു. കുറേ ഭാഗത്ത് വണ്ടിയുടെ മേളിൽ വീണു. ഏതായാലും ആ വണ്ടിയിൽ ഇരുന്നവർക്കെല്ലാം അത് അപകടമുണ്ടായി, പരിക്ക് പറ്റി. പക്ഷേ ഗുരുതരമായ പരിക്ക് അവർക്കും പറ്റിയില്ല. അവരെ ദൈവം കാത്തു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ ഒന്നും അല്ല ഈ ചെയ്തു വെച്ചേക്കുന്നത്. അവരെ രക്ഷിച്ചത് വിധിയാണ്, അവരെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ മുഴുവനും കൂടി ഇടിഞ്ഞ് ഇതിൻ്റെ മണ്ടേ വീഴാനേ. ഇത് മാത്രം ഇപ്പം എത്ര സ്ഥലങ്ങളിലാണ് ഈ റോഡിൽ വലിയ വിള്ളലുകളും വന്നിട്ട് ഇടിഞ്ഞെത്താണ്. സർവീസ് റോഡിൽ കൂടെ പോകാനേ ഒക്കെ ഉള്ളായിരുന്നു മുഴുവനും പല ഭാഗങ്ങളിലും. കാരണം മറ്റേതിൻ്റെ പണി തീർന്നിട്ടില്ല. ആ സർവീസ് റോഡ് മുഴുവൻ ഇടിഞ്ഞങ്ങ് താഴ്ന്നങ്ങ് പോയി. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്തറിയാം, ഇത് ഈ വയലിലൂടെ ആണ് പല ഭാഗങ്ങളിലും കടന്നു പോകുന്നത്. അപ്പോൾ വയലിൽ വെള്ളം ഉണ്ടാകും എന്നുള്ളത് അറിയാൻ വയ്യാത്തവന്മാരല്ലല്ലോ. ഇനി ചിലപ്പോൾ അവിടുന്ന് വരുന്ന സായിപ്പന്മാർക്ക്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വരുന്ന തുക്കട സായിപ്പന്മാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ അറിഞ്ഞൂടായിരിക്കും ഈ വയലിൽ വെള്ളം കാണും, ഇവിടെ വെള്ളമുള്ളത്. പക്ഷേ ഇത് അറിയാൻ വയ്യാതൊന്നുമല്ല. ഈ സോയിൽ ടെക്സ്റ്റൊക്കെ നടത്തിയിട്ട് വേണ്ട ഇത് ചെയ്യാൻ, അതൊന്നും നടത്തിയിട്ടില്ല. ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി മുഖം മിനുക്കിക്കൊണ്ട് അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ അങ്ങനെ, ഇതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അവസാനം തന്നെ റോഡ് അങ്ങ് താഴെക്കുഴിയിലേക്ക് പോയി. ആളുകൾക്ക് ഇപ്പോൾ യാത്രയ്ക്ക് ഒരു മാർഗവുമില്ല. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. ഒരു ആളിലൊന്നും യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. ഇനി വിശ്വസിച്ച് പോകരുതുള്ള കാര്യം ഞാൻ പറയാം, അപകടമാണ്. കാരണം ഇത് എപ്പോഴാണെന്ന് അറിയത്തില്ല. നമ്മുടെ മുൻപിൽ റോഡിൽ നമ്മൾ അങ്ങോട്ട് പോവുക, വണ്ടി സ്പീഡിൽ ഓടിക്കത്തില്ലേ, പോകുമ്പോൾ മുമ്പിൽ റോഡില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? അതാണ് ഇപ്പോഴത്തെ ഒരു സംഭവവികാസം. ഇതിലെ നമുക്ക് ഈ സൈഡിലൂടെയുള്ള ആ സർവീസ് റോഡ് മാത്രമല്ല, ആ മെയിനായിട്ട് പണിയുന്ന ആ റോഡുണ്ടല്ലോ, അതും പലയിടത്തും വലിയ വിള്ളലുകളാണ് ആ വീണേക്കുന്നത്. ആ വിള്ളലിനകത്ത് ടാറ് കോരി ഒഴിച്ചവന്മാർ ശരിയാക്കുന്നല്ലോ. ആ കോരി ഒഴിച്ച ടാറെല്ലാം കൂടെ ഉണ്ടല്ലോ, വീണ്ടും മഴയെ തൊലിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടുമുറ്റത്തും അയാളുടെ പുരയിടത്തിന് മുഴുവൻ പരന്ന് അയാൾക്കിനി ഒരു കൃഷി പോലും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. യവന്മാരെ നീക്കി കൊടുക്കണം. അതാദ്യം ചെയ്യ്. ഈ ചിരിച്ചൊണ്ട് നടന്ന് ഈ അമ്മാവിയപ്പം മരുമോൻ കളിക്കുന്നതിന് മുമ്പ് ഈ ടാർ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ മുറ്റത്തൊന്നും വീട്ടിൽ നിന്നും ഒക്കെ ഒന്ന് നീക്കി കൊടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അവരെങ്ങ് രക്ഷപ്പെടട്ടെ. അല്ലാതെ ഈ ടാറ് കലക്കി ഒഴിച്ച് ഇതാരും
ഒന്നും ചെയ്യാമെന്ന് വിചാരിക്കണ്ട. അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് ഈ ചോറ് വെച്ച് ഓരോന്ന് ഒട്ടിക്കുന്ന കണ്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അതിന് ബലം കിട്ടത്തില്ല. ഒരു പശ പോലെ തോന്നും, പക്ഷേ ഇത്തിരി കഴിയുമ്പോൾ ഉണങ്ങുമ്പോൾ അതങ്ങ് ഇളകിപ്പോവും. ആ രീതിയിൽ ആണ് ഈ ടാറ് കോരി ഈ വിടവിൽ ഒഴിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം? വിടവ് മറയ്ക്കാം എന്നുള്ളതാണോ? അങ്ങനെ മറഞ്ഞാലൊന്നും അതിന് ബലം കിട്ടത്തില്ല. വീണ്ടും ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിട്ട് മാറും ഇത്. അതുകൊണ്ട് വേണ്ട, ഇനി വയലില്ല, ഇത് ഈ കൺസ്ട്രക്ഷൻ എങ്ങനെ വേണമായിരുന്നു? നന്നായിട്ട് പില്ലറടിച്ച യഥാർത്ഥത്തിൽ അവിടെ മേൽപ്പാലം ഉള്ള രീതിയിൽ ആയിരുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും വരത്തില്ല. അതിന് പകരം ഈ മണ്ണ് കൊണ്ടിട്ട് അങ്ങ് നിറച്ചു. കാരണം കുന്നിടിച്ച് മണ്ണ് ഇഷ്ടം പോലെ കിട്ടി. കുന്നിനെ അത് മുഴുവൻ ഇടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഇതിലങ്ങിടും. ഇത് അങ്ങോട്ട് ചെയ്തു കൊടുത്തു. അവസാനം ഇതും കൊണ്ട് അങ്ങ് ആ റോഡ് പണി വികസനം, വളരെ വലിയ വികസനമല്ലേ, അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ അങ്ങ് നടന്നു. ഇപ്പം പറഞ്ഞ് ഇത് ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ പറയുന്നത്, ഇത് ഞങ്ങളൊന്നും അല്ല, ഇതുവരെ ഞങ്ങളായിരുന്നു. ഇനി ആ ബോർഡൊക്കെ ഒന്ന് മായ്ക്കണം നിങ്ങൾ. ബഹുമാനീയനായ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ചേർന്നിട്ട് ഈ ബോർഡുകളൊക്കെ ഒന്ന് മറയ്ക്കണം. അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ റോഡ് യാഥാർത്ഥ്യമാക്കി. മറ്റേത് സ്വപ്നമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കളഞ്ഞിട്ട് പോയതാണ്, അടച്ചുപൂട്ടിയതാണ്. ഇപ്പോൾ ഞങ്ങളിതെല്ലാം കൂടെ തുറന്ന് റെഡിയാക്കി എടുത്ത് ഇതാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇങ്ങനെ നമ്മളെ നന്നാക്കണ്ട, കൊല്ലാതിരുന്നാൽ മതി. അതാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത്, ഇനി അവിടെ മുഴുവൻ ഇടിച്ച് അത് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് അവിടെ പുതിയതായിട്ട് പണിയണം. അതിൽ മേൽപ്പാലമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ വയലിൻ്റെ മണ്ണല്ലേ, ചെളി. എനിക്ക് പരിചയമുള്ളതുകൊണ്ട് പറയാം, എനിക്ക് ഒരുപാട് നിലമുള്ള വയലുള്ള ആളായിരുന്നു. ഇതിനകത്ത് ചെളിയുണ്ടെങ്കിൽ ഇത് ആ വെയിറ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇത് താഴോട്ട് ഉള്ളത് അകത്തുനിന്ന് ചെളി അങ്ങ് മാറിയിട്ട് പലതിടത്തും നമ്മളെ ഉയരമുള്ള, അതായത് ഹമ്പ് പോലെ അതും കുന്നായിട്ടും രൂപപ്പെട്ടിട്ടുണ്ട് ഈ വയലിൽ തന്നെ. കാരണം അത് ഇരുത്തുകയാണ്. ആ മണ്ണ് ഇരിക്കുമ്പോൾ ഇത് തള്ളി അങ്ങ് പോകും. ചള്ളി പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്തുവാ? ഇത് അതുപോലെ അങ്ങ് താഴും. ഈ സാധനം അങ്ങനെ താഴ്ന്നതായത്. ഇനിയും ഇപ്പം മഴ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നത് എന്താണെന്നറിയാമോ? മൺസൂൺ നല്ല രീതിയിൽ അങ്ങോട്ട് വരും. മഴ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിക്ക ഭാഗങ്ങളും തകർന്നു പോകും. കാരണം ആ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. ഏതായാലും NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു റീച്ചിലുള്ള ഒരു കമ്പനിയെ അവരെ ഇനി ബ്ലോക്ക് ചെയ്തു. മേലാൽ അവരെ കരിമ്പട്ടികപ്പെടുത്തി. ഇനി ഇപ്പോൾ തൽക്കാലം അവർക്ക് ഇനി ഒന്നിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഹൈദരാബാദ് കമ്പനിയാണ്, അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. മറ്റൊരു കമ്പനിയുടെ കാര്യം ഞാൻ പറയുന്നില്ല. അത് മേഘ എൻജിനീയറിംഗ്, അത് മേഘ കൺസ്ട്രക്ഷൻസ്. അത് പറയാനുള്ള കാരണം എല്ലാവർക്കും അറിയാമല്ലോ എന്താണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം ഈ അവസ്ഥയിൽ അതും കൂടെ പറഞ്ഞ് ആർക്കും ബന്ധപ്പാട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചാണ് പറയാത്തത്. ഏതായാലും ഇങ്ങനൊരു സംഭവം നമ്മൾ നല്ലതായിട്ട് ആഗ്രഹിച്ചിരുന്നു ആ റോഡ്. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുക, വല്ലപ്പോഴും കോഴിക്കോട്ടൊക്കെ പോകേണ്ടതാണ് ഓരോ അത്യാവശ്യത്തിന്, അല്ലെങ്കിൽ കാസർഗോഡൊക്കെ. വന്ദേ ഭാരതിലല്ലാതെ നമുക്ക് റോഡിലൂടെ പോയാൽ ഒരു ഇഷ്ടമുണ്ട്, നല്ല റോഡാണെങ്കിൽ. അങ്ങനെ വിചാരിച്ചിരുന്നു. അതൊരു സ്വപ്നമായിട്ട് അവശേഷിക്കും എന്നിപ്പം ഞാൻ കരുതുകയാണ്. ഏതായാലും പെട്ടെന്നൊന്നും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഇനി കിട്ടത്തില്ല. കാരണം ഇതിന് കാലങ്ങളെടുക്കും ഇത് ശരിയാക്കണമെങ്കിൽ. അവിടെ മുഴുവൻ റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്തിട്ട് പുതിയതായിട്ട് അവിടെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യണം. അത് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഇനി ബലപ്പെടുത്തിയെടുക്കാമെന്നുള്ള ഒരു ധാരണ വേണ്ട, എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആ വയലിനകത്തോടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ വീണ്ടും ഇരുത്തും. അത് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ വിള്ളലുകളും എല്ലാം വീഴും. പാവങ്ങൾ അപകടത്തിൽപ്പെടും. അതിലെ യാത്ര ചെയ്യുന്നവർ അപകടങ്ങളിൽപ്പെടും. അങ്ങനെ ആകരുത്. നമുക്ക് സുരക്ഷിതത്വം വേണം റോഡിലൂടെ പോകുമ്പോൾ. അതാവട്ടെ ഈ കൺസ്ട്രക്ഷൻ. അങ്ങനെ മതി. അല്ല നമുക്ക് ക്രെഡിറ്റ് അടിക്കണ്ട. നിങ്ങൾ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തീർക്കാനൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ആരെയൊക്കെ സ്വാധീനിച്ച് ഇത് തീർക്കാൻ പോയത്. ഇലക്ഷന് മുമ്പ് നടക്കുന്ന കാര്യമല്ല. ഏതായാലും അതങ്ങ് വിശ്വസിച്ചോളൂ. ഇനി ബാക്കിയുള്ള വികസനം മതി. അത് ആരെങ്ങനെയൊക്കെ വികസിപ്പിക്കാമോ അതെല്ലാം നടത്തിക്കൊള്ളൂ.